بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا صدق الله العظيم. സ്നേഹവും ബഹുമാനവുമുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശേഷിക്കുന്ന ജീവിതം അവനിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മാർഗത്തിലാക്കുവാൻ അറിവും അനുകൂല സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബഹുമാന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, കുടുംബക്കാർ, നാമുമായി ബന്ധമുള്ളവർ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളായി നിലകൊള്ളുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തായി ഖബറുകളിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ മുൻഗാമികൾ, ലോക മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും നരകമോക്ഷവും സ്വർഗപ്രവേശനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് റബീഉൽ അവ്വൽ 12, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുദിനം. അതിനോടനുബന്ധിച്ച് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവായ പരിശുദ്ധമായ ജുമുഅ ദിവസം, സയ്യിദുൽ അനാം, മനുഷ്യരുടെ നേതാവായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട അനർഘ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇന്നും നിങ്ങളോട് ഏതാനും ചില കാര്യങ്ങൾ പറയുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടർ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരേ പദവിയിലല്ല പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ചത്. വിവിധ ദിശാസന്ധികളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് അള്ളാഹു വിവിധ ഗ്രേഡുകളായിരുന്നു നൽകിയിരുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, തിൽക റുസുലു ഫല്ലൽനാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത്ത്. തിൽക റുസുലു, ഈ പരിശുദ്ധമായ ഖുർആനിലൂടെ നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെടുന്ന ഈ പ്രവാചകന്മാർ, അവർ അള്ളാഹുവിൻ്റെ മുർസലുകളാണ്, ദൈവദൂതന്മാരാണ്. ഫല്ലൽനാ ബഅദഹും അലാ ബഅദിൻ, അവരിൽ നിന്ന് ചിലരെ മറ്റു ചിലരെക്കാൾ നമ്മൾ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്, ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. മിൻഹും മൻ കല്ലമല്ലാഹ്, അള്ളാഹുവിനോട് സംസാരിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വറഫഅ ബഅദഹും ദറജാത്ത്, ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പദവികൾ ഉയർത്തി, ദറജകൾ ഉയർത്തി, ഗ്രേഡുകൾ ഉയർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച പ്രവാചകനുമുണ്ടായിരുന്നു. പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ വചനത്തിന് മുഫസ്സിറുകൾ വിശദീകരണം നൽകുമ്പോൾ, കല്ലമല്ലാഹു, അള്ളാഹു സംസാരിക്കാനായി തിരഞ്ഞെടുത്ത പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്നും, അള്ളാഹു പദവികൾ ഒരുപാട് ഉയർത്തി, സ്ഥാനമാനങ്ങൾ ഒരുപാട് ഉയർത്തി ആദരിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണെന്നും വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദറജകൾ, അത് ഈ ലോകത്തും പരലോകത്തും അല്ലാഹു നൽകിയത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രത്തോളം വലുതാണ്. മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ലാത്ത അത്രത്തോളം ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ആദരിച്ചതുപോലെ മറ്റൊരു പടപ്പും ആദരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതുപോലെ അവിടുത്തെ ഒരു അനുയായിയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അത്രത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറഞ്ഞതും അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ. പരിശുദ്ധമായ ഖുർആനിൽ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞ് അള്ളാഹു നബിയെ പുകഴ്ത്തി പറഞ്ഞതുപോലെ ഒരു സഹാബി വര്യനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അനുയായിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചിട്ടില്ല. അത്രത്തോളം പ്രകീർത്തനമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാണ്. അഥവാ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രശംസകളും അപദാനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹജ ഗുണങ്ങളും സ്വഭാവങ്ങളും ഒക്കെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനിൽ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിൻ്റെ ബഹുമാനവും ആദരവും എത്രമാത്രം വലുതാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു പറയുന്നത് ലാ തജ്അലൂ ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധന ചെയ്ത് സംസാരിക്കേണ്ടി വരുമ്പോൾ മനുഷ്യരെ, സത്യവിശ്വാസികളെ, പ്രവാചക അനുയായികളെ, നിങ്ങൾ മറ്റു മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പാടില്ല. ഏറെ ആദരവും ബഹുമാനവും റെസ്പെക്റ്റും നൽകിക്കൊണ്ടായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. കാരണം എന്തെന്നറിയുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ റെസ്പെക്റ്റ് നൽകിക്കൊണ്ടാണ്, ഏറെ ശ്രേഷ്ഠതയും മഹത്വവും ആദരവും നൽകിക്കൊണ്ടാണ് സംബോധന ചെയ്തിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ പല പ്രവാചകന്മാരുടെയും ചരിത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ ആ പ്രവാചകന്മാരെയൊക്കെ സംബോധന ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രവാചകന്മാരെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സംബോധന ചെയ്യുന്നത്. ആ പ്രവാചകന്മാരെയൊക്കെ പേര് വിളിച്ചുകൊണ്ടാണ് പടച്ച തമ്പുരാൻ സംബോധന ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം പരിശുദ്ധമായ ഖുർആനിൽ ആദം നബിയെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സംസാരിക്കേണ്ടി വന്നപ്പോൾ ആദം നബിയുടെ പേരെടുത്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. യാ നൂഹ് ഇഹ്ബത് ബിസലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു നേർക്ക് നേരെ സംബോധന നടത്തി സംസാരിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ യാ നൂഹ്, അല്ലയോ നൂഹ് എന്നാണ് സംബോധന ചെയ്തത്. യാ ഇബ്രാഹിം, യാ മൂസ, യാ ഈസ, യാ സക്കരിയ, യാ യഹ്യ തുടങ്ങിയ ഒട്ടേറെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംബോധന ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അവരുടെയൊക്കെ പേരെടുത്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ വിളിച്ചിട്ടുള്ളത് എങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഒരുപാട് സംബോധനകൾ അല്ലാഹു നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നേർക്ക് നേരെ പടച്ച തമ്പുരാൻ സംസാരിക്കുന്നുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെടുത്തുകൊണ്ട് പടച്ച തമ്പുരാൻ വിളിച്ചിട്ടില്ല. വിളിച്ചത് പിന്നെ എങ്ങനെയാ? യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഊനക ഫിൽ കുഫർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ സ്വാന്തനപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവബോധം നൽകുമ്പോൾ ആ സന്ദർഭങ്ങളൊക്കെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി തങ്ങളെ ഒരിക്കലും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പേരെടുത്തുകൊണ്ട് വിളിച്ചിട്ടില്ല. മറിച്ച് യാ അയ്യുഹർ റസൂൽ, ആദരവിൻ്റെ മൂർധന്യത്തിൽ നിന്നുകൊണ്ട് അല്ലയോ പ്രവാചകരായിട്ടുള്ളവരെ, യാ അയ്യുഹൻ നബിയോ, അല്ലയോ നബിയായിട്ടുള്ളവരെ, യാ അയ്യുഹൽ മുസമ്മിലോ, യാ അയ്യുഹൽ മുദ്ദസ്സിറോ. ഓമന പേര് വിളിക്കേണ്ടിടത്ത് ഓമന പേര് വിളിക്കുകയാണ്. ആദരവ് നൽകിക്കൊണ്ട്, റെസ്പെക്റ്റ് നൽകിക്കൊണ്ട് വിളിക്കേണ്ടിടത്ത് ആ സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനെ വിളിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ മാത്രമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ടുള്ളത് എങ്കിൽ തിൽക്കർ റസൂലു ഫല്ലല്ലാ ബഅലഹും അലാ ബഅലിൻ മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅലഹും ദറജാത്ത്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാന ബഹുമാനങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനെ ആദരിച്ചു, പ്രവാചകന്റെ ദറജകൾ പദവികൾ ഉയർത്തി. വറഫഅനാ ലക ദിക്റക, പ്രിയപ്പെട്ട നബിയെ, അങ്ങയുടെ കീർത്തി നാം ഇതാ ഉയർത്തിയിരിക്കുന്നു. അത് ഈ ലോകത്തു മാത്രമല്ല, വാനലോകത്തും അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിട്ടുണ്ട് നബിയെ. പരലോകത്തും അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിട്ടുണ്ട് നബിയെ. ഭൂമി ലോകത്തും ഞാൻ അങ്ങയുടെ കീർത്തിയെ ഉയർത്തിയിട്ടുണ്ട് നബിയെ. അർവാഹുകളുടെ റൂഹുകളുടെ ലോകത്തും അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിട്ടുണ്ട് നബിയെ. വറഫഅനാ ലക ദിക്റക, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കീർത്തിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തുകയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. നബിയെ, അങ്ങേക്കെന്തൊരു കാരുണ്യമാണ്, അങ്ങേക്കെന്തൊരു ദയാവായ്പാണ്, അങ്ങേക്കെന്ത് അനുകമ്പയാണ് നബിയെ. ആ അനുകമ്പയും കാരുണ്യവും കൊണ്ടല്ലേ അങ്ങയുടെ ചുറ്റുവട്ടത്തും ആൾക്കാർ കൂടിയത്. കേവലം 500 പേരുമായിട്ട് മദീനയിലേക്ക് എത്തിച്ചേർന്ന അങ്ങ് 8 വർഷം കഴിഞ്ഞപ്പോൾ 1,00,000-ലധികം വരുന്ന അനുയായികളുമായിട്ട് തിരിച്ചു മക്കയിലേക്ക് ജേതാവായിട്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് എന്ന് പടച്ച തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ പ്രവാചകന് സർട്ടിഫൈ നൽകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ കാരുണ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. കരുണ വറ്റിപ്പോയ ആധുനിക കാലഘട്ടത്തിൽ, ദയ നഷ്ടപ്പെട്ടു പോയ ആധുനിക കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യർക്ക് നൽകിയ, മനുഷ്യേതര ജീവജാലങ്ങൾക്ക് നൽകിയ ആ കരുണ നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും സ്ഥാനവും എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരലോകത്തെ മഹത്വം നമുക്കറിയാമല്ലോ. ഈ ലോകത്ത് വന്നു പോയ മുഴുവൻ പ്രവാചകന്മാരും അവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി, അഥവാ അവരെ ഏൽപ്പിക്കപ്പെട്ട ദഅവത്ത് അവരുടെ ജീവിത കാലയളവിൽ അവർ നിർവഹിച്ചു. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ദായികളായി തീർന്നു. പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ അല്ലാഹു അവരുടെ ഉത്തരവാദിത്ത നിർവഹണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങളതെല്ലാം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയും. പറഞ്ഞാൽ മാത്രം പോരാ, സാക്ഷി വേണമെന്ന് പടച്ച തമ്പുരാൻ അവരോട് തിരിച്ചു പ്രതികരിക്കും. ആ സന്ദർഭത്തിൽ ആരെയാണ് സാക്ഷിയാക്കുന്നത്? അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജീനാ ബിക അലാ ഹൗലായി ഷഹീദാ യൗമൈദിൻ യവദ്ദുൽ ലദീന കഫറൂ വഅസവർ റസൂല ലൗ തുസവ്വാ ബിഹിമുൽ അർളു വലാ യക്തുമൂന അല്ലാഹ ഹദീസാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 41-42 ആയത്തുകൾ അതല്ലേ സഹോദരങ്ങളെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ സമുദായക്കാരെയും അവരുടെ പ്രവാചകന്മാരെയും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിചാരണ നാളിലെ ഓരോ പ്രവാചകന്മാരും ചെയ്തിട്ടുള്ള ദൗത്യ നിർവഹണത്തിന് തെളിവെന്തേ എന്ന് ചോദിക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ അവിടെ സാക്ഷിയായിട്ട് കൊണ്ടുവരുന്നത്. അല്ലാഹു പറയുകയാണ്, വജീനാ ബിക അലാ ഹൗലായി ഷഹീദാ. ആ പ്രവാചകന്മാരൊക്കെയും അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട് എന്നതിന് നബിയെ അങ്ങേ നാം സാക്ഷിയാക്കുന്ന ആ പരിശുദ്ധമായ ദിനമുണ്ടല്ലോ, ആ മഹ്ശറ നാളുണ്ടല്ലോ, അന്ന് അങ്ങയ്ക്കാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം. സഹോദരങ്ങളെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി, ഈസാ നബി തുടങ്ങി മുഴുവൻ പ്രവാചകന്മാരും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ചുമതല നിർവഹിച്ചിട്ടുണ്ട്.
എന്നതിന് ആരാണ് സാക്ഷിയാകുന്നത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സാക്ഷിയാകുന്നത്. അത്രത്തോളം ഗ്രേഡ് ഉയർന്ന പ്രവാചകനാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ സ്ഥാനമാന ബഹുമാനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാ ജീവിച്ചത്? സാധാരണക്കാരനായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുമായിരുന്നു, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറാ ഈസ ഇബ്ന മറിയം. നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പുകഴ്ത്തിയും വാഴ്ത്തിയും ആദരവ് നൽകിയും അവസാനം ഒരുപാടങ്ങ് ഉയർത്തി ദൈവമാക്കി, അതുപോലെ ഈ വിനീതനായ എന്നെ നിങ്ങൾ ഉയർത്തരുത്, വാഴ്ത്തരുത്, പുകഴ്ത്തരുത്. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറാ ഈസ ഇബ്ന മറിയം ഇന്നമാ അന അബ്ദുല്ലാഹ്. തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ ദാസൻ മാത്രമാണ്. വറസൂലുഹു. പിന്നെ എന്തെങ്കിലും ഒരു മഹത്വം എനിക്കുണ്ടെങ്കിൽ അത് അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തു പ്രവാചകനായിട്ട്, റസൂലായിട്ട്. ഇത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഉയർന്ന ഗ്രേഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുമ്പോഴും അള്ളാഹുവുമായിട്ട് സംബോധനയ്ക്ക് ഭാഗ്യം ലഭിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ആ സദസ്സിൽ നബി ആര് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ വിദേശികൾ വരുമ്പോൾ ആരാണ് നബി, കൂട്ടത്തിൽ ആരാണ് ഇവരുടെ നേതാവ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് നിവേദക സംഘങ്ങൾ പലരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് ദുനിയാവിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ, അല്പം അധികാരങ്ങൾ ലഭിക്കുമ്പോൾ, നാം ഉയർന്ന ചില ഗ്രേഡുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ പിന്നെ നമുക്ക് എന്തോ ഒരു മഹത്വമാണ്, എന്തോ ഒരു സ്ഥാനമാണ്. പലരും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും, നമ്മളെ കൊണ്ട് നടക്കാൻ, നമുക്ക് വേണ്ടുന്ന പലതും ചെയ്തു തരാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിവേദക സംഘങ്ങൾ നിബിതങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. വരുമ്പോൾ ആരാണ് കൂട്ടത്തിൽ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് തിരിച്ചറിയാൻ പ്രത്യേകമായ വേഷമില്ല, വസ്ത്രമില്ല, അടയാഭരണങ്ങളില്ല, കിരീടമില്ല, ഒന്നുമില്ലാതെ സാധാരണക്കാരനായി ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നബി. ഉയർന്ന ഗ്രേഡിലെത്തി നിൽക്കുമ്പോഴും ഏറ്റവും ലാളിത്യ ജീവിതം നയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കതിന് കഴിയുന്നുണ്ടോ? ഉയർന്ന ഗ്രേഡിലെത്തിയപ്പോഴും വളരെ നിസ്സാരമായ ഭക്ഷണങ്ങളെ കഴിച്ചുകൊണ്ട് ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കുറ്റവാളിയായ ഒരു മനുഷ്യനെ പിടികൂടപ്പെട്ടുകൊണ്ട് പരിശുദ്ധ റസൂലിൻ്റെ സവിധത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൂരെ നിന്ന് വരുമ്പോഴേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ആ മനുഷ്യൻ വിറയ്ക്കാൻ തുടങ്ങി. പ്രവാചകന്റെ സവിധത്തിലേക്ക് ആ മനുഷ്യനെ കൂടുതൽ അടുപ്പിച്ചപ്പോൾ കൂടുതൽ അദ്ദേഹം വിറയ്ക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, മഹിലൻ, കൂൾ ഡൗൺ. എന്തിനാണിങ്ങനെ ഭയപ്പെടുന്നത്? ഞാനാണെങ്കിലോ ഒരു സ്ത്രീയുടെ പുത്രനാണ്. ഏത് സ്ത്രീ? അറബികളുടെ കൂട്ടത്തിൽ ഉണക്കമാംസം മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ മാത്രം സാമ്പത്തികമായ പിന്നാക്കമായി നിന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ചരിത്രത്തിൽ ചില പ്രത്യേകമായ സന്ദർഭങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരാണ് രാജാവാണ്, ആരാണ് ജഡ്ജിയാണ്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ആ കുറ്റവാളിയായ മനുഷ്യനോട് പോലും നീ സമാധാനപ്പെടുക, നീ കൂൾ ഡൗൺ ആകുക, പേടിക്കേണ്ട, ഭയക്കേണ്ട എന്ന് പറയാൻ മാത്രം ലാളിത്യം ഉണ്ടായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നബി തങ്ങളുടെ സ്ഥാനമാന മഹത്വങ്ങൾ, പദവികൾ പറയേണ്ടി വന്നപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതും നമുക്ക് ഹദീസിൽ കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, മുഹദ്ദിസായ തുർമുദി ഇമാം നിവേദനം ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൊച്ചു വീട്ടിൽ നിന്ന്, കുടിലിൽ നിന്ന്
മദീനത്തെ പള്ളിയിലേക്ക് ഒരിക്കൽ വരികയാണ്. സഹാബാക്കളിൽ ധാരാളം പേര് അവിടെയായിട്ട് കൂട്ടം കൂടി ഹൽക്കയായിട്ടിരുന്നുണ്ട്. പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, പലതും ചർച്ച ചെയ്യുന്നുണ്ട്, പലതും അവർ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു വരികയാണ്. അടുത്ത് വന്നപ്പോൾ അവരുടെ സംസാരങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിച്ചപ്പോൾ അവരിൽ ചിലർ പറയുന്നത് എന്താ? ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹീമ ഖലീല. അള്ളാഹു ഇബ്രാഹിം നബിക്ക് എന്തുമാത്രം സ്ഥാനമാന പദവികളാണ് നൽകിയിട്ടുള്ളത്. ഇബ്രാഹിം നബിയെക്കുറിച്ച് ചിലർ വാഴ്ത്തി പറയുകയാണ്, പുകഴ്ത്തി പറയുകയാണ്. കൂട്ടത്തിൽ വേറെ ചിലർ മൂസാ കല്ലമല്ലാഹു തക്ലീമ, മൂസ നബിക്ക് അള്ളാഹു എന്തുമാത്രം സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. തൂരിസീന പർവ്വതത്തിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചു കൊണ്ടുപോയി നേർക്കുനേരെ അള്ളാഹുവിൻ്റെ കലാമിനെ കേൾപ്പിച്ചിട്ടുള്ള പ്രവാചകനാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വേറെ ചിലർ അങ്ങനെ പറഞ്ഞു. ഈസാ കലിമത്തുല്ലാഹി വറൂഹുഹു. മറ്റു ചിലർ പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തുമാത്രം സ്ഥാനമാന മഹത്വങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ റൂഹ് നേർക്ക് നേരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈവശം കൊടുത്തുകൊണ്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജന്മം നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ റൂഹുല്ലാ, അള്ളാഹുവിൻ്റെ റൂഹ് എന്നറിയപ്പെടുന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈസ നബിക്ക് എന്ത് മഹത്വമാണുള്ളത്. വാദ മുസ്തഫാഹുല്ല. വേറെ ചിലർ പറഞ്ഞു തുടങ്ങി ആദം നബിയാണെങ്കിലോ ആദ്യത്തെ മനുഷ്യനാണ്. അള്ളാഹു നേർക്ക് നേരെ അവൻ്റെ തൃക്കരം കൊണ്ട് സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്, ഏർപ്പെട്ട മനുഷ്യനാണ്. അത്രയും മഹത്വമാണ് ആദം നബിക്ക്. ഇങ്ങനെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മഹത്വങ്ങളും അവരുടെ സ്ഥാനമാനങ്ങളും പറഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയിൽ പല സഹാബാക്കളും ചർച്ച നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് കടന്നു വരികയാണ്. അവരുടെ സംസാരങ്ങൾ കേൾക്കുകയാണ്. പ്രവാചകൻ കൂട്ടത്തിൽ ഇടപെടുകയാണ്. സമിഅതു കലാമക്കും വഅജബക്കും സഹാബ, നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടു സഹാബ, നിങ്ങളുടെ ആശ്ചര്യവും അത്ഭുതപ്പെടലും ഞാൻ കണ്ടു സഹാബ. നിങ്ങൾ ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞത് ശരിയാ, മൂസാ നബിയെക്കുറിച്ച് പറഞ്ഞതും ശരിയാ, ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞതും സത്യമാ, ആദം നബിയെക്കുറിച്ച് പറഞ്ഞതും സത്യമാ. പക്ഷേ ഞാൻ ആരാണെന്നറിയുമോ സഹാബ? അലാ വന ഹബീബുല്ലാഹി വലാ ഫഖ്റ, അലാ വന ഹബീബുല്ലാഹി വലാ ഫഖ്റ. ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ്. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മഹബ്ബത്തിനെ അള്ളാഹു അംഗീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഹബീബാണ് ഞാൻ. വലാ ഫഖ്റ, അഹങ്കരിച്ചു പറയുകയല്ല, പറയേണ്ടി വന്ന നിർബന്ധ സാഹചര്യമുണ്ടായപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെയും ലാളിത്യത്തിൻ്റെയും എളിമയുടെയും വിനയത്തിൻ്റെയും വർത്തമാനങ്ങളിൽ കൂട്ടിച്ചേർക്കുകയാണ്. വലാ ഫഖ്റ, ഞാൻ അഹങ്കരിച്ചു പറയുകയല്ല, പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞു എന്ന്. വാനഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ തഹ്തഹു ആദമു വമൻ ദൂനഹു വലാ ഫഖ്റ. ഞാൻ ആരാണെന്നറിയുമോ സഹാബത്തെ? നാളെ മഹ്ശറിൽ വെച്ച് പടച്ച തമ്പുരാൻ എനിക്ക് മാത്രം നൽകുന്ന ലിവാഉൽ ഹംദ്, സ്തുതിയുടെ ധ്വജവാഹകനാണ് ഞാൻ. സ്തുതിയുടെ ധ്വജവാഹകൻ, കൊടിവാഹകൻ ഞാനാണ്. തഹ്തഹു, ആ കൊടിക്ക് പിന്നിലായിരിക്കും ആദമു, നിങ്ങളെ വർണ്ണന നടത്തിയ മഹത്വം പറഞ്ഞ ആദമ്. വമൻ ദൂനഹു, അതിനുശേഷം വന്നിട്ടുള്ള ഇബ്രാഹിം, ഇസ്മായിൽ തുടങ്ങിയിട്ടുള്ള സകല പ്രവാചകന്മാരും എൻ്റെ കൊടിക്ക് പിന്നിലായിരിക്കും സഹാബ. വാന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫ്ഫഅ, ഞാനാണ് ആദ്യമായി ശുപാർശ ചെയ്യുന്നത്, എൻ്റെ ശുപാർശയാണ് ആദ്യമായി സ്വീകരിക്കപ്പെടുന്നത്. യൗമൽ ഖിയാമത്തി വലാ ഫഖ്റ, ഞാനിതൊന്നും അഹങ്കാരത്തോടുകൂടി പറയുകയല്ല, ആഠ്യതയ്ക്ക് വേണ്ടിയോ ആഡംബരത്തിനു വേണ്ടിയോ പറയുകയല്ല. വാന അവ്വലു മൻ യുഹർരിഖു ഹിലഖൽ ജന്ന, സ്വർഗത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു കവാടമുണ്ട്. ആ കവാടത്തിൻ്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കിക്കൊണ്ട് ആദ്യമായിട്ട് ആ കവാടം തുറന്നുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ ഞാനാണ്. എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നത് മുഅ്മിനീങ്ങളിലെ ഫഖീറുമാരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയാണ് വലാ ഫഖ്റ, ഇതൊക്കെ ഞാൻ പറയുന്നത് ആഠ്യതയ്ക്ക് വേണ്ടിയോ
ആഡംബരത്തിന് വേണ്ടിയോ ഒന്നുമല്ല. ഞാൻ പറയേണ്ട ഒരു സന്ദർഭത്തിൽ പറഞ്ഞുപോയി. നിങ്ങൾ മറ്റ് പ്രവാചകന്മാരെ കുറിച്ച് വർണ്ണിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഫകന്നബിയീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ ബുസൂരി ഇമാം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വർണ്ണിച്ച് പ്രവാചകന്റെ വിശേഷണങ്ങളും സഹജ ഗുണങ്ങളും ഓരോന്നായിട്ട് എണ്ണിപ്പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വർണ്ണിക്കുന്നത് ഇങ്ങനെയാ. ഫകന്നബിയീന ഫീ ഖൽഖി വഫീ ഖുലുഖി. സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരിശുദ്ധ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കവച്ചു വെക്കാനോ ആ പ്രവാചകനോളം എത്തിച്ചേരാനോ ഒരു പ്രവാചകന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ച് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സൗന്ദര്യം, സ്വഭാവം, ധീരത, ധർമ്മിഷ്ഠത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും ഇമോഷനുകളും എടുത്തു പരിശോധിച്ചാൽ എല്ലാ മാനുഷികമായ വൈകാര്യങ്ങൾ ഉണ്ടാകുന്ന എന്തെല്ലാം ഉണ്ടോ ആ ഇമോഷനുകളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടൊപ്പം എത്തിച്ചേരാൻ മറ്റൊരു പ്രവാചകന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും വലിയ ധൈര്യശാലിയാണ്, ധീരനാണ്. ഒറ്റയിടിക്കാണ് ഒരു ഖിബ്തിയെ കൊന്നു കളഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്. ഒറ്റയടിക്ക് ഫബക്കസഹു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രതിയോഗിയായ ഒരു ഖിബ്തിയായ മനുഷ്യന് ഒരിടി കൊടുത്തപ്പോൾ ആ മനുഷ്യൻ തീർന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ ധീരനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മദീനയിൽ പല സംഭവങ്ങളും ഉണ്ടായി, ജനങ്ങൾ പേടിച്ചു പോകുന്ന പല രാത്രികളും ഉണ്ടായിട്ടുണ്ട്. ആ രാത്രികളിലൊക്കെ സഹാബാക്കൾ എഴുന്നേറ്റ് അവരെല്ലാവരും കൂട്ടം കൂടി എന്താണ് ആ സംഭവമെന്ന് അറിയുന്നതിന് വേണ്ടി കൂട്ടത്തോടുകൂടി പോകുമ്പോൾ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീനിയില്ലാത്ത കടിഞ്ഞാനില്ലാത്ത കുതിരയുടെ പുറത്ത് കയറി അവിടെ പോയി എന്താണ് വസ്തുതയെന്ന് അറിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അബൂജഹല് മക്കയിൽ താമസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ പ്രതിയോഗിയാണ്. പക്ഷേ എത്ര സന്ദർഭങ്ങളിലാ അബൂജഹലിൻ്റെ അരമനയിലേക്ക് പോയിക്കൊണ്ട് പാവങ്ങളുടെ അർഹിക്കുന്ന അവകാശങ്ങൾ കൊടുക്കാതെ വന്നപ്പോൾ കൊടുക്കടാ അബൂജഹലെ എന്ന് പറഞ്ഞുകൊണ്ട് ധീരോദാത്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധീരനിൽ ധീരനാണ്. ധർമ്മിഷ്ഠനാകുമ്പോഴോ ഏറ്റവും വലിയ ഉദാരവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെയുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ അർത്ഥത്തിലും നമ്മൾ മാതൃകയാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.